ഹായ് കൂട്ടുകാരെ, അങ്ങനെ കുറേ ദിവസത്തെ യാത്രകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. രാവിലെ എണ്ണീറ്റ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്റ്റൗവിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട് രാവിലെ, കാരണം കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ അയക്കാനുണ്ട്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തുമ്പം വൈകും, അന്നേരത്തേക്ക് അയക്കത്തുള്ളൂ എന്ന്. വന്നു കഴിഞ്ഞപ്പോഴും അത്യാവശ്യമായിട്ടൊരു ഓർഡർ വന്നു ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ ആൾ വരും ഈ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവേ. അപ്പം കുറച്ച് പ്രോഡക്റ്റ്സ് ഒരുമിച്ച് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ സമയമില്ലാത്തത് കാരണം ഞാനൊരു 3 പ്രോഡക്റ്റിലേക്ക് അത് ഒതുക്കിയിട്ടുണ്ട്. ബീഫ് അച്ചാറും അതുപോലെ വെളുത്തുള്ളി അച്ചാറും മാങ്ങാച്ചാറും ഉണ്ടാക്കാനുണ്ടായിരുന്നു. മാങ്ങാച്ചാർ വേറെയും 2 പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടി ഇന്നലെ രാത്രി നമ്മൾ റെഡിയാക്കി ഇന്ന് രാവിലെ അത് ബോട്ടിലെല്ലാം പാക്ക് ചെയ്യുവാണേ. പിന്നെ വെളുത്തുള്ളി അച്ചാർ ഒരാൾക്ക് കൊണ്ടുപോകാനുള്ള ആൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബീഫ് അച്ചാറും. അപ്പം അത്രയും തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന. ഓർഡർ വരുന്നതിനനുസരിച്ച് അന്നേരം തന്നെ നമ്മൾ തയ്യാറാക്കുന്നത് കൊണ്ട് ആവശ്യമുള്ളത് മാത്രമേ തയ്യാറാക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഫ്രഷായിട്ട് ചെയ്യാനും പറ്റും. ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം പോകത്തില്ലേ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ചോദിക്കുവേ. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ആ ഒരു ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഓരോ കസ്റ്റമേഴ്സും ചോദിക്കുന്നതിനനുസരിച്ച് അവരുടെ എരിവിനും പുളിക്കും ചിലർക്ക് കൂട്ടാൻ പറ്റത്തില്ലാത്ത അലർജിക്കായിട്ടുള്ള സാധനങ്ങൾ കാണും. അതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമ്പം നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഒരു 500 ഗ്രാം അച്ചാർ ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അത്രയല്ലേ ഉണ്ടാക്കത്തുള്ളൂ. പക്ഷേ തൂക്കി വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ പോയാലും ഒരു 50 ഗ്രാം 100 ഗ്രാം കൂടുതലായിരിക്കും വരുന്നത്. അത് അങ്ങനെ തന്നെ ആ ബോട്ടിൽ ഫുള്ളായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ കൊടുക്കും, അത് മാറ്റി വയ്ക്കത്തൊന്നുമില്ല. അപ്പം ഒരു 250 ഗ്രാം അച്ചാർ ഓർഡർ ചെയ്യുന്നവർക്ക് 300 ഗ്രാമായിട്ട് കിട്ടുന്നത് അതും ഒരു സന്തോഷമല്ലേ. അതും നക്ഷത്രയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം സ്റ്റിക്കറൊക്കെ ചെയ്ത് പാക്ക് ചെയ്ത് റെഡിയാക്കി. ഇപ്പോൾ അവർ വരും, അന്നേരത്തേക്കും കൊണ്ടുപോകാൻ വരും. അതിന് മുമ്പ് എല്ലാം റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും വൈകിട്ട് കാണാവേ. ബൈ, താങ്ക് യു.